പ്രിയമുള്ളവരെ, കേരളം മൊത്തം ഇപ്പൊ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലേക്കാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ഒരുപാട് മീഡിയയിലൂടെ വന്നിട്ടുണ്ട്. എന്നാലും അഹല മീഡിയയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ നാട്ടുകാരോടും ചോദിച്ചു നോക്കാം. നാളെ ആരായിരിക്കും അവിടുത്തെ നേതാവ്, അല്ലെങ്കിൽ ആരായിരിക്കും അവിടെ ജയിച്ച് MLA ആവുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? ഹലോ, ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ നിലമ്പൂർക്കാരെന്ന നിലയ്ക്ക് നമുക്ക് ചോദിക്കാലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ കുറെ സ്ഥാനാർത്ഥികളുണ്ട്. നിങ്ങൾ ഇവിടെ ആര് ജയിക്കാൻ സാധ്യത? ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സംബന്ധിച്ചിടത്തോളം UDF വളരെ വ്യക്തമായ ഒരു കോട്ടയാണ് നിലമ്പൂര്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി മാറുന്നു, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. അങ്ങനെ നിലമ്പൂർ എന്ന് പറയുന്ന UDF വളരെ വ്യക്തമായ നിലമ്പൂരും വണ്ടൂരും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇവിടെ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടിയിട്ട് UDF പിന്നെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അതാണ് നിങ്ങളെ അഭിപ്രായം. അപ്പോ അങ്ങനെയാണെങ്കിൽ LDF കരുത്തനെ സാരഥിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാവില്ലേ സ്വരാജ് തീർച്ചയായിട്ടും ജയിക്കും. കാരണം സ്വരാജിനെ പോലത്തെ ഒരു കാൻഡിഡേറ്റിനെ വളരെ അപൂർവം മേഖലയിലാണ് കിട്ടുന്നത്. കാരണം അത്രയും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും KPCC മേഖലകളിൽ നിന്നാണ്. KPCC പ്രസിഡന്റ് പറയുന്നു, രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നു. അങ്ങനെ അത്രയും ബെറ്റർ ആയൊരു സ്ഥാനാർത്ഥിയില്ല. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭരണപക്ഷം കൂടെ ആയ സ്ഥിതിക്ക് സ്വരാജ് തീർച്ചയായിട്ടും ജയിക്കും. അതേപോലെ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ നിലമ്പൂരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു, നിലമ്പൂർ എന്തായാലും LDF സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കും. അപ്പോ അൻവറിന് ഇവിടെ സാധ്യത വളരെ കുറവാണല്ലേ? അൻവറിന് വളരെയധികം സാധ്യതയുണ്ട്. നിലവിൽ 2 പ്രാവശ്യം MLA ആയ ആളാണ് അൻവർ. അപ്പൊ അൻവറിന് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അൻവർ ജയിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതാണ് സത്യം. അപ്പോ അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി BJPക്ക് അല്ലേ കൂടുതൽ സ്വാധീനം. കാരണം കേന്ദ്രം ഭരിക്കുന്നത് അവരാണ്. കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ എന്നുള്ള രീതിക്ക് അവർ എല്ലാ നിലക്കും മന്ത്രിമാരും എല്ലാം അവിടെ കമ്പടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. BJP തീർച്ചയായിട്ടും ജയിക്കും. അവിടെ ഒരു സീറ്റ് പിടിക്കും എന്നുള്ളത് വാശിയിൽ തന്നെയാണ് BJP നടക്കുന്നത്. അല്ല, ഇതിപ്പോ സത്യത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇവിടെ ജയിക്കാൻ സാധ്യത? അതെ, സത്യത്തിൽ ആരാ ജയിക്കുക? ആരെങ്കിലും ജയിക്കും. അയ്യോ, അതിന് കൊടുക്കുകയും. അപ്പൊ യഥാർത്ഥം അതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നല്ല. 23-ാം തീയതി ഉച്ചയോടുകൂടി നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ആരാണ് ജയിക്കുക എന്നുള്ളത്.